ഹായ് അക്സ, ഇന്ന് ഹാപ്പി ഡേ അല്ലേ? അപ്പോൾ ഞാൻ അക്സയുടെ കാര്യം ചോദിച്ചോട്ടെ. അക്സയുടെ ലൈഫിലെ ഹാപ്പിനെസ് നൽകുന്ന എന്ത് കാര്യമാണെന്ന് പറയാമോ? ഹായ് ലക്ഷ്മി, ഇന്ന് ഹാപ്പിനെസ് ഡേ അല്ലേ? ലക്ഷ്മിയുടെ ലൈഫിൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം പറയാമോ? എന്താണ്? ഹായ് അമല, ഇന്ന് ഹാപ്പിനെസ് ഡേ അല്ലേ? അമലയുടെ ലൈഫിൽ ഹാപ്പിനെസ് നൽകുന്ന കാര്യം പറയാമോ? ഹായ് നന്ദു, ഇന്ന് ഹാപ്പിനെസ് ഡേ അല്ലേ? അപ്പോൾ നന്ദുവിന്റെ ലൈഫിൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം പറയാമോ? ഓ, വെള്ളിയാഴ്ച വീട്ടിൽ പോകുന്നതാണല്ലേ? ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഹാപ്പിനെസ് ഡേ ആണ്. നമ്മുടെ വീഡിയോയുടെ തുടക്കം തന്നെ പലരും പല പല കാര്യങ്ങളാണ് അവർക്ക് സന്തോഷം നൽകുന്നത് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിൽ ഓരോരുത്തർക്കും. ഇപ്പോൾ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കില്ല വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്നത്. നമ്മുടെ ലൈഫിൽ ഇതേപോലെ തന്നെ ദുഃഖങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു മനുഷ്യ ജീവിതമാകുമ്പോൾ ദുഃഖങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകണം, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. പക്ഷേ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പുല്ലിന് സമമാണ്, ഒരു പൂവിന് സമമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ ജീവിതത്തിന് ഇങ്ങനെ കരഞ്ഞും നിലവിളിച്ചും വിഷമിച്ചും ദുഃഖിച്ചും എല്ലാം പോകണം. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും അവിടെ ഒരു സന്തോഷം കണ്ടെത്തി, ഒരു പോസിറ്റീവ് കണ്ടെത്തി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. കാരണം നമ്മുടെ ദുഃഖം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.